സുന്ദരീസ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? നമ്മളിപ്പോൾ റീലിലും ഷോർട്സിലൊക്കെ ഒരുപാട് കാണുന്ന ഒരു കാര്യമാണല്ലേ ട്രെറ്റനോയിൻ, അതേപോലെ തന്നെ ഗ്ലൈക്കോളിക് ആസിഡ്, അതുപോലെ തന്നെ ഈ ടാൻ മാറാനുള്ള കുറേ കാര്യങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഫാർമസി പ്രോഡക്ട്സ് അങ്ങനെ പറയുമ്പോഴാവും കൂടുതൽ പേർക്ക് അറിയുന്നുണ്ടാവുക. അപ്പോൾ ഈ ഫാർമസി പ്രോഡക്ട്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രിസ്ക്രിപ്ഷനിൽ നമ്മൾ മേടിക്കേണ്ടതാണ്, പക്ഷെ പലപ്പോഴും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിൽ പലരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 120 രൂപയല്ലേ എന്നൊക്കെ വിചാരിച്ച് അത് മേടിച്ച് യൂസ് ചെയ്ത് നമുക്ക് നല്ല പണി കിട്ടാറുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് അതിനെക്കുറിച്ചൊന്ന് നോക്കാം. കാരണം ഞാൻ ഒരുപാട് റീൽസായി കാണുന്നു, ഒരുപാട് പേർക്ക് നല്ല റിസൾട്ടും ഉണ്ട്. കുറേ പേര് എനിക്ക് മെസ്സേജും അയച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഡോക്ടറോട് ചോദിക്കുകയും അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റല്ല സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ട്രെറ്റനോയിൻ അതേപോലെ ഗ്ലൈക്കോളിക് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളവരുടെ ഒരു അനുഭവം എന്താണെന്ന്. കാരണം യൂസ് ചെയ്ത് നമുക്ക് വന്നിട്ടുള്ള ഒരു റിസൾട്ട് എന്താണെന്നുള്ളത് കുറച്ച് പേരുടെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കോമൺ ആയിട്ടൊരു ഇത് പറയാലോ, ഒരു റിസൾട്ട് എന്തായിരുന്നു എന്നുള്ളത് പറയാലോ. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നമുക്ക് മറുപടി തന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഉണ്ടല്ലോ ട്രെറ്റനോയിനെ കുറിച്ച് സംസാരിക്കാം. ഇതാണ് ഈ ഒരു കുഞ്ഞി ട്യൂബ്. ഇതൊരു 200 രൂപേനെക്കാട്ടിലും താഴെയുള്ളതാണ് കേട്ടോ. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാവരും ഇത് റീലിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചധികം നാൾ ഇത് വേണ്ട അളവിൽ കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ, ഗ്ലോയിങ്, ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു സ്കിൻ തരും എന്നുള്ളതാണ് പറയണത്. അപ്പോൾ ട്രെറ്റനോയിൻ എന്ന് പറയുന്നത് ഒരുപാട് ആക്നെ ഉള്ളവർക്ക് യൂഷ്വലി പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ക്രീമാണ് കേട്ടോ. അതും എല്ലാവർക്കും കൊടുക്കണം എന്നില്ല. ഡോക്ടർ അനലൈസ് ചെയ്ത് നമ്മൾ സ്കിന്നിന് പറ്റണതാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ട്രെറ്റനോയിൻ എന്ന് പറയുന്നത് വിറ്റമിൻ എയുടെ ഒരു ഫോമാണ്. റെറ്റനോളിൻ്റെ ഒക്കെ ഒരു ഹയർ ഫോമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ആക്നെയൊക്കെ ഒരുപാട് കുറയ്ക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിങ്കിൾസ് കുറയ്ക്കാനും നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കിൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇത് കൂടുതൽ പേര് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ്, വേറെ എന്താണ്. അപ്പോൾ ആ ഒരു നല്ല രസമായിട്ടുള്ള ഒരു ഗ്ലോയിങ് സ്കിൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മെയിനായിട്ട് എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് ആക്നെ അല്ലേ? അപ്പോൾ അങ്ങനെ കുറേ കുരുക്കളുണ്ടാകുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരാത്തേന് ആളുകളാണെങ്കിൽ ഭയങ്കരമായിട്ട് കളിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം, എന്ത് ചെയ്തിട്ട് മാറുന്നില്ല. പക്ഷെ ഒരുപാട് പേർക്ക് ഇത് യൂസ് ചെയ്ത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ റീലിൽ കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോണത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചതാണ്. ഞാൻ എങ്ങനെയാണ് മേടിച്ചതെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് തന്നെ കിട്ടി. ഈവൻ ദോ ഞാൻ ഡോക്ടറുടെ അടുത്തൊക്കെ ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്, ഈശ്വര ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനം പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഇത്ര ഈസി ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ട്. വെറുതെ അല്ല ഇങ്ങനെ പിള്ളേർ നമുക്ക് മെസ്സേജ് അയക്കണേ. ഇപ്പോൾ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജസ് വരാണ് കേട്ടോ. ഒരു സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഒക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കി ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്ന് പറയുക ചോദിച്ചു. ഞാൻ മേടിച്ചു, പക്ഷേ ചിലരൊക്കെ ഇത് ഭയങ്കര ഹാംഫുൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയട്ടോ ഡോക്ടറെ കാണൂ. അപ്പോൾ ചിലർക്ക് എന്താ പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ കാണുകഴിഞ്ഞാൽ ഡോക്ടർ യൂസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അത് നമ്മുടെ സ്കിന്നിന് പറ്റാത്തതുകൊണ്ടാണ്. ഇപ്പം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു കേട്ടോ, എനിക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പിന്നെ അസുഖിക്ക് വേണമെങ്കിൽ ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട. പിന്നെ എന്താ വെച്ചാൽ എനിക്ക് ഡ്രൈ സ്കിന്നാണ്, നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഇത് ആദ്യ സമയത്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ എക്സ്ട്രീംലി ഡ്രൈ ആക്കാനും അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കും അതേപോലെ ലാക്ടേറ്റിംഗ് മദേഴ്സിന്, പാല് കൊടുക്കുന്ന അമ്മമാർക്കും ട്രെറ്റനോയിൻ യൂസ് ചെയ്യാൻ പാടില്ല. നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരെന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം മനസ്സിൽ വെക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും പ്രഗ്നൻ്റ് ആയി എന്നറിയുന്നത് 2 ആഴ്ച 1 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ്. ഏകദേശം 1 മാസം കഴിഞ്ഞിട്ട് പീരിയഡ്സ് മിസ്സാകുമ്പോഴാണ് അറിയുക. അപ്പോൾ നമ്മൾ അതുവരെ യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴും അത് പ്രശ്നമാണ്. അപ്പോൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ മെഡിസിൻസ് യൂസ് ചെയ്യാണ്ടിരിക്കുക തന്നെയാണ് നല്ലത്. കാരണം കുട്ടിയെ അത് ബാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ അനാവശ്യ ടെൻഷനിലേക്ക് പോകുന്നത്? ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ലായിരിക്കാം, കാരണം പഠനങ്ങൾ അത്ര എത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും പറയുന്നത് ഇത് യൂസ് ചെയ്യരുതെന്നാണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാരും പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരും അതേപോലെ ലാക്ടേറ്റിംഗ് അമ്മമാരും, പാല് കൊടുക്കുന്ന അമ്മമാരും യൂസ് ചെയ്യരുത്. പാല് കൊടുക്കുന്നവർ എന്താ യൂസ് ചെയ്യരുതെന്ന് പറയുന്നത് നമുക്കറിയാം. പാല് കൊടുക്കുമ്പോൾ പാലിലൂടെ കുഞ്ഞിൻ്റെ ഉള്ളിലേക്കും ഇത് പോകും. ഇത് ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്ന ഒരു മെഡിസിൻ കൂടിയാണെന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പോൾ അത് ഹാംഫുൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കണം വിചാരിച്ച് ഞാൻ ഉപയോഗിച്ച് നോക്കിയില്ല.
ഞാൻ മേടിച്ചു എന്ന് മാത്രം, കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് മേടിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ റെറ്റനോളിൻ്റെ ഒരു ഹയർ വേർഷൻ ആണ് ട്രെറ്റനോയിൻ എന്ന് പറയുന്നത്. റെറ്റനോൾ എന്ന് പറയുന്നത് നമുക്ക് 1%, 0.5%, ഈവൻ 2%ലൊക്കെ കിട്ടുന്നതാണ്. പക്ഷെ അതെന്ന് വെച്ചാൽ അതിന് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ്റെ ആവശ്യം ഒന്നും തന്നെയില്ല, നമുക്ക് മേടിക്കാവുന്നതാണ്. ഈവൻ റെറ്റനോൾ ആണെങ്കിലും പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാരും അതേപോലെ തന്നെ ലാക്ടേറ്റിംഗ് അമ്മമാർ യൂസ് ചെയ്യാൻ പാടില്ലാത്തൊരു ആക്റ്റീവ് തന്നെയാണ് കേട്ടോ. പ്രഗ്നൻസി ടൈമിൽ കുറേ അധികം ആക്റ്റീവ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ട്രെറ്റനോയിൻ പിന്നെ നമുക്കറിയാം എന്തായാലും യൂസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ റെറ്റനോൾ എന്ന് പറഞ്ഞാൽ പ്രിസ്ക്രിപ്ഷൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് തന്നെ മേടിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അതങ്ങനെ ഒരു സൈഡ് ഇഫക്റ്റും കാര്യങ്ങളൊക്കെ വളരെ കുറവേ കാണാറുള്ളൂ. പക്ഷെ ട്രെറ്റനോയിൻ അങ്ങനെയല്ല, നമുക്ക് പ്രിസ്ക്രിപ്ഷനിൽ മാത്രം കിട്ടുന്നതാണ്. പക്ഷേ നമുക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉള്ള ഒരു മെഡിസിനാണ് ട്രെറ്റനോയിൻ. എല്ലാവർക്കും ഒന്നും അത് പറ്റില്ല. റെറ്റനോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുള്ളൂ. പക്ഷെ ട്രെറ്റനോയിൻ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. റെറ്റനോൾ എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ റിസൾട്ടാണ്. നമ്മൾ കുറേ കാലം യൂസ് ചെയ്താലാണ് അതിൻ്റെ ഒരു റിസൾട്ട് കാണാൻ സാധിക്കുക. പക്ഷെ ട്രെറ്റനോയിൻ എന്ന് പറയണത് നമ്മൾ അതും കുറച്ച് നാൾ യൂസ് ചെയ്യണം. പക്ഷെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തരുന്നൊരു റിസൾട്ട് വളരെ വലുതാണ്. റെറ്റനോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടാവുന്ന ഒരു റിസൾട്ടിന് പരിമിതിയുണ്ട്. പക്ഷെ ട്രെറ്റനോയിൻ തരാൻ പോണ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ നല്ലതായിട്ടാണ് പറയണത്. പക്ഷെ അതിന് കൊടുക്കേണ്ട വിലയും വളരെ വലുതാണ് കേട്ടോ, അത് നമ്മൾ മനസ്സിൽ വയ്ക്കണം. ഇത് യൂഷ്വലി എങ്ങനെയാണ് പറയണതെന്ന് വെച്ചാൽ, എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീ സൈസ് എമൗണ്ട് എന്ന് പറയും, വളരെ കുറച്ച്. അപ്പോൾ നമ്മൾ യൂഷ്വലി മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ അപ്ലൈ ചെയ്ത് ശീലമുള്ള കാരണം നമുക്കിങ്ങനെ ടെൻഡൻസി വരും കൂടുതൽ യൂസ് ചെയ്യണം. പക്ഷെ അത് ഭയങ്കര പ്രശ്നത്തിലേക്കാണ് കേട്ടോ പോവുക. ഒരു പീ സൈസ് എമൗണ്ട് മാത്രം യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയണത്. ആദ്യ സമയത്ത് യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ സ്പോട്ട് ട്രീറ്റ്മെൻ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിമ്പിൾസിൽ മാത്രമാണ് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ പിമ്പിൾസിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് ഒരു മണിക്കൂറിൽ വാഷ് ചെയ്ത് കളയാണ്ട് ചെയ്യാം ആദ്യ സമയത്ത് യൂസ് ചെയ്യുമ്പോൾ. കാരണം നമ്മുടെ സ്കിന്നിന് ഇതായിട്ടൊന്ന് ഇണങ്ങാനുള്ളൊരു സമയം വേണമല്ലോ. പെട്ടെന്ന് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ആക്റ്റീവ് കൊടുക്കുമ്പോൾ സ്കിൻ റിയാക്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യണത്. അതല്ലെങ്കിൽ പലപ്പോഴും ഡോക്ടേഴ്സ് പറയും ആദ്യം നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, നല്ല തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ട്രെറ്റനോയിൻ ഈ പറഞ്ഞ പോലെ തന്നെ പീ സൈസ് എമൗണ്ട് മാത്രം അപ്ലൈ ചെയ്യുക, അതല്ലെങ്കിൽ സ്പോട്ട്സിലായിട്ട്, അതല്ലെങ്കിൽ ഫേസിൽ, കഴുത്തിൽ, അങ്ങനെ. എന്നിട്ട് അതിൻ്റെ മീതെ ആദ്യം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. നമ്മൾ സാൻഡ്വിച്ച് മെത്തേഡ് എന്ന് പറയില്ല, അങ്ങനെ ചെയ്യുക കേട്ടോ. ഇത് ആഴ്ചയിൽ ആദ്യം 1 തവണ, പിന്നീട് കുറേ നാൾ കഴിയുമ്പോൾ 2 തവണ, 3 തവണ, അങ്ങനെയാണ് കേട്ടോ കൂട്ടിക്കൊണ്ടുവരിക. അതും ഒരു ആക്റ്റീവ്സും ഒന്നും യൂസ് ചെയ്യാത്ത ഒരാൾക്ക് ഇറിറ്റേഷൻ വരാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. പക്ഷെ റെറ്റനോളൊക്കെ യൂസ് ചെയ്ത് അത്യാവശ്യം ആസിഡ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് ശീലമുള്ള ആളുകൾക്കാണെങ്കിൽ പിന്നെ നമുക്ക് ഇറിറ്റേഷൻ കുറച്ചൊന്ന് കുറയും കേട്ടോ. ഇതിന് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയാനുള്ളത് എന്താ വെച്ചാൽ പേർജിങ് സ്റ്റേജ് ഉണ്ടാവും. അതായത് നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നിന് റിയാക്ട് ചെയ്യും. ആ റിയാക്ട് ചെയ്യണത് അതൊന്ന് ചേർന്ന് വരാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മാറും കേട്ടോ. എന്ന് വെച്ചാൽ അത് 2 തരത്തിലുണ്ട്. ഒന്ന് ചിലരുടെ സ്കിന്നിന് തീരെയും പറ്റാത്ത കാരണം റിയാക്ട് ചെയ്യുന്നതാവും, അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അത് ചിലപ്പോൾ മാറുമോ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. 2 തരത്തിൽ വരാം. ഒന്ന് ബ്രേക്ക് ഔട്ട്സ്, ഒന്ന് പേർജിങ് എന്ന് പറയുന്നത്. പേർജിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ വെച്ചാൽ നമ്മളൊരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് അത് അതിൻ്റെ ഒരു റിയാക്ഷൻ പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ സ്ഥലത്ത് വരുന്ന പോലെ തന്നെ ആക്നെ വരും. പിന്നെ അത്ര പെയിൻഫുൾ ഒന്നും ആയിരിക്കില്ല. ഇത് ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് നമ്മളിലേക്ക് ചേരുന്നതിനേക്കാട്ടിലും മുന്നുള്ളൊരു റിയാക്ഷൻ എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും. അത് 1 മാസം മാത്രമേ നീണ്ടു നിൽക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് തീരെ പറ്റാത്തതാണെന്ന് തന്നെ വേണം, നമ്മുടെ സ്കിന്നിന് തീരെ പറ്റാത്തത് തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. ചിലർക്ക് ഭയങ്കര ആക്നെ ഉണ്ടാവും. മെയിനായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കിൻ പീലിംഗ് ഉണ്ടാവും. സ്കിൻ ഇങ്ങനെ പൊളിഞ്ഞു പോകും കേട്ടോ, എസ്പെഷ്യലി സെൻസിറ്റീവ് ഏരിയയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർ എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വാസ്ലിനോ അല്ലെങ്കിൽ ഭയങ്കര തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ, അല്ലെങ്കിൽ കൂടുതലും വാസ്ലിൻ തന്നെയാണ് യൂസ് ചെയ്യുക. അതെടുത്തിട്ട് കണ്ണിൻ്റെ ഇവിടെ, മൂക്കിൻ്റെ ഇവിടെ, ചുണ്ടിൻ്റെ ഈ 2 ഭാഗത്തും അപ്ലൈ ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ അല്ലേ. അപ്പോൾ അവിടെ ട്രെറ്റനോയിൻ ഉണ്ടെങ്കിൽ സ്കിൻ പീലിംഗ് ഭയങ്കര കൂടുതലായിരിക്കും, ഭയങ്കര ഇറിറ്റേഷൻ വരും. അപ്പോൾ ട്രെറ്റനോയിൻ യൂസ് ചെയ്ത് നമുക്ക് അങ്ങനെ സ്കിൻ പീലിംഗ് വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതാണ് ഏറ്റവും അധികം ആളുകൾ ബുദ്ധിമുട്ട് വരുന്നത്. പിന്നെന്താ വെച്ചാൽ സ്കിൻ എക്സ്ട്രീംലി ഡ്രൈ ആവും. ചിലർക്ക് ഭയങ്കര ഡ്രൈ ആവും, എസ്പെഷ്യലി ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് കൂടുതൽ ഡ്രൈ ആവും. നമ്മുടെ ഓപ്പൺ പോഴ്സ് ഒന്നും കൂടി എടുത്തറിയും,
കൂടുതൽ വലുതാവാൻ തോന്നും. ചിലർക്ക് പീലിംഗ് ഉണ്ടാവില്ല, പക്ഷെ സ്കിൻ ഭയങ്കര ഡള്ളും അതേപോലെ തന്നെ ഉള്ളിൽ ഭയങ്കര ഡ്രൈനെസ്സും ഉള്ള കാരണം ഈ പോഴ്സ് കുറെ കൂടി എടുത്തറിയാനുള്ള ചാൻസസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറേ സൈഡ് എഫക്ട്സ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു റിയാക്ഷൻ സ്റ്റേജ് ഉണ്ട്. അത് കടന്ന് വന്നിട്ട് പിന്നെയും കുറേ നാള് ഈ ട്രെറ്റനോയിൻ യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് റിസൾട്ട് അറിയുന്നത്. അങ്ങനെ കുറേ പേർക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുകയും പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഈ ട്രെറ്റനോയിൻ എന്ന് പറയുന്നത് പല പല ഡോസേജസിലുണ്ട് കേട്ടോ. അവിടെയാണ് ഡോക്ടർ കൃത്യമായിട്ട് നമുക്ക് ഇന്ന ഡോസേജിൽ ഇത്ര എമൗണ്ടിൽ, അതായത് ഇത്ര നാൾ ഇടവിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത് പറയാം. അപ്പം അതിനനുസരിച്ച് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് റിസൾട്ട് കിട്ടുള്ളൂ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സൺസ്ക്രീൻ ഇടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ട്രെറ്റനോയിനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കൂടുതൽ സെൻസിറ്റീവ് ആവും. അപ്പോൾ ജസ്റ്റ് രാവിലെ എനിക്ക് ആ ഒരു സമയത്ത് മാത്രം സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ പോരാ, ഒരു 3 hours 4 hours കൂടുമ്പോൾ എന്തായാലും റീഅപ്ലൈ ചെയ്യണം കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് ഈ മറ്റേ സൂര്യൻ്റെ വെളിച്ചമൊക്കെ തട്ടുമ്പോൾ, സൺലൈറ്റ് ഒക്കെ തട്ടുമ്പോഴും അല്ലെങ്കിൽ ഭയങ്കര ചൂടുള്ള സമയത്തും വെയിലുള്ള സമയത്തൊക്കെ നമുക്ക് സ്കിൻ ഭയങ്കരമായിട്ട് ബേൺ ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൺ പ്രൊട്ടക്ഷൻ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. അതിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആവും. എന്ന് വെച്ചാൽ സ്കിൻ പീൽ ചെയ്ത് പോലെ. അപ്പോൾ നമ്മുടെ സ്കിൻ വളരെ വളരെ തിന്നാവുകയും അതേപോലെ തന്നെ വളരെ സെൻസിറ്റീവ് ആവുകയും ചെറുതായിട്ടൊന്ന് വെയിൽ തട്ടുമ്പോഴേക്ക് ഫുൾ ചുമന്ന് ആകെ കരിവാളിച്ച് പോവുകയും ചെയ്യും കേട്ടോ. അപ്പം അതുകൊണ്ട് സൺസ്ക്രീനിൻ്റെ ഇമ്പോർട്ടൻസ് പറയാണ്ടിരിക്കാൻ വയ്യ. സാധാരണ ഇതിലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഈ ട്രെറ്റനോയിൻ യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ കുറേ പേരുണ്ടല്ലോ ട്രെറ്റനോയിൻ ഇങ്ങനെ ഈ സ്കാൽപ്പിൻ്റെ ഭാഗത്തും അപ്ലൈ ചെയ്യും കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രോഡക്ട്സ് നന്നായിട്ട് അബ്സോർബ് ആവും. അപ്പോൾ ഹെയർ ഗ്രോത്തിനും ഹെയർ ഗ്രോത്തിന് ട്രെറ്റനോയിൻ ഹെൽപ്ഫുൾ ആവുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഹെയർ ഗ്രോത്തിന് എങ്ങനെ ഹെൽപ്ഫുൾ ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രെറ്റനോയിൻ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് നന്നായിട്ട് അബ്സോർബ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും ഈ ട്രെറ്റനോയിൻ യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. ഇത് കണ്ട് ഇങ്ങനെ പോയി യൂസ് ചെയ്ത് നോക്കരുത്. ഞാൻ പറഞ്ഞോളൂ, ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടല്ല ഇത് പറയുന്നത്. ഞാൻ റിസർച്ച് ചെയ്തിട്ടും യൂസ് ചെയ്തിട്ടുള്ള ആളുകളോട് ചോദിച്ചിട്ടാണ് ഞാനത് പറയണത്. പിന്നെ എല്ലാവർക്കും ട്രെറ്റനോയിൻ്റെ ആവശ്യമില്ല. ചിലരുടെ സ്കിന്നിന് തീരെയും പറ്റില്ല. അവിടെയാണ് വേറൊരു പോയിന്റ്. ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേർജിങ് കഴിഞ്ഞിട്ട്, അതായത് ഇതിൻ്റെ ഒരു റിയാക്ഷൻ കഴിഞ്ഞാലും അത് നിൽക്കില്ല, തീരെ പറ്റില്ല. ചിലർക്ക് ഭയങ്കര ബേണിംഗ് ആയിരിക്കും. എത്ര സൺസ്ക്രീൻ ഇട്ടാലും ഭയങ്കര ബേണിംഗ് ആയിരിക്കും. സ്കിൻ ഒരുപാട് തിന്നാവുകയും പിന്നെ പതിയെ വെയിൻസ് ഒക്കെ കണ്ടു തുടങ്ങുന്ന പറയാം. അത്രയും സെൻസിറ്റീവ് ആവും. പിന്നെ സ്കിൻ നാശമാവും. സ്കിന്നിൻ്റെ ബാരിയർ എല്ലാം നാശമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. നമുക്കത് എന്നുവെച്ചാൽ ഒരുപാട് ഡ്രൈ ആവും, ഓപ്പൺ പോഴ്സ് ഉണ്ടാവും. ഇത് നമുക്ക് ഗുണം ചെയ്യുന്നതിന് പകരം ദോഷം ചെയ്യാണ് ചെയ്യുക. ട്രെറ്റനോയിൻ എല്ലാവർക്കും സൂട്ട് ആവില്ല. ട്രെറ്റനോയിൻ എല്ലാവർക്കും ഒരു റിസൾട്ട് ആവില്ല തരിക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നുണ്ടാവുന്ന ബെനിഫിറ്റ്സ്, അതാണ് കുറേ പേർക്ക് ആക്നിയുടെ കാര്യത്തിൽ ഭയങ്കര ആശ്വാസം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ ഇതിൽ നോക്കിയപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ആക്നിയിൽ നിന്ന് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്, റെഗുലറായിട്ട് ഡോക്ടറിൻ്റെ ഇതിനനുസരിച്ച് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഇത് നിർത്തി കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഞാൻ കുറച്ചധികം പേരോട് ചോദിച്ചത്. കാരണം ഒരുപാട് പേരുടെ കോമൻസ് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിർത്തി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത്? ഈ ട്രെറ്റനോയിൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇതൊരു എക്സ്ഫോളിയേറ്റർ ആണ്. അപ്പോൾ നമ്മുടെ സ്കിൻ ഇങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ ലൈറ്റർ ആവുന്ന പോലെ തന്നെ ഉണ്ടാവും. എന്തായാലും ലൈറ്റർ ആവും, 1-2 ഷെയ്ഡ് ലൈറ്റർ ആവും. അത് മാത്രമല്ല, നമ്മൾ റെഗുലറായിട്ട് സൺസ്ക്രീനും അപ്ലൈ ചെയ്യണം. ട്രെറ്റനോയിൻ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് എന്തായാലും വേണം. അപ്പോൾ നമുക്ക് സണ്ണിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും പക്കയാണ്. അതൊക്കെ കൊണ്ട് എന്തായാലും ഇനീഷ്യൽ സ്റ്റേജിൽ ആ ഒരു ബെനിഫിറ്റ് കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് സ്കിൻ 1-2 ഷെയ്ഡ് ലൈറ്റർ ആവുന്നതായിട്ട് അനുഭവപ്പെടും കേട്ടോ. അതാണ് ഇതിൽ വേറൊരു കാര്യമുള്ളത്. പിന്നെ നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് എല്ലാം കുറയും, റിങ്കിൾസ് എല്ലാം കുറയും, ആക്നീസ് എല്ലാം നന്നായി കുറഞ്ഞ് നല്ലൊരു ഗ്ലോയിങ് സ്കിൻ തരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ട്രെറ്റനോയിൻ നിർത്തുമല്ലോ, ഏതെങ്കിലും ഒരു പോയിന്റിൽ നിർത്തുമ്പോൾ അപ്പം എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്നെ ഇതേപോലെ തിരിച്ചു വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കുറേ പേർക്കില്ല. അതായത് ഞാൻ കണ്ടിട്ടുള്ള ഈ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് യൂസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ആ സ്കിന്നിൻ്റെ ആ ഒരു ലൈറ്റർ ആയിട്ടുള്ള സാധനം ഉണ്ടല്ലോ, അത് ചിലപ്പോൾ അത്ര
ഉണ്ടായിന്ന് വരില്ല, അത് ചിലപ്പോൾ പോകട്ടോ. സാധാരണ നമ്മുടെ സ്കിൻ ടോണിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തു എന്ന് വരില്ല. എന്ന് വെച്ചാൽ നമ്മൾ ട്രെറ്റനോയിൻ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര കെയർഫുൾ ആയിട്ട്, പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യും, ഭയങ്കര റെഗുലറായിട്ട് അത് കൊണ്ടുപോകുമല്ലോ. പക്ഷെ നമ്മൾ ട്രെറ്റനോയിൻ നിർത്തുമ്പോൾ ചിലപ്പോൾ സൺസ്ക്രീൻ ഒന്നും പിന്നീട് അതേപോലെ യൂസ് ചെയ്തു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടും കൂടി ആവാമെന്ന് പറയുന്നുണ്ട്. ആ സ്കിൻ ടോണിൽ വരുന്ന കോംപ്ലക്ഷനിലെ വ്യത്യാസം മുന്നത്തെ പോലെ തന്നെ ആവുന്നതിൻ്റെ ചാൻസ് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത് അത്ര ഇങ്ങനെ ഈസി ആയിട്ട് എടുക്കേണ്ട ഒരു സംഗതിയല്ല. എന്തായാലും ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ തന്നെ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എസ്പെഷ്യലി മാരീഡ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഷുവർ അല്ല പ്രഗ്നൻ്റ് ആവോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് ഇറങ്ങാണ്ടിരിക്കുക നല്ലത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റിസൾട്ട് കാണണമെങ്കിൽ ഇതിൽ നമ്മൾ വി ഹാവ് ടു ബി വെരി ഡിറ്റർമിൻഡ്. നമ്മൾ ഈ സൈഡ് എഫക്ട്സ് ഒക്കെ കണ്ടാലും എന്തായാലും ഉണ്ടാവില്ല. പേർജിങ് ഇല്ലാത്തവർ വളരെ കുറവാണ് കേട്ടോ. അങ്ങനെ ഉള്ള ഈ സ്കിൻ പീൽ ഓഫ് ആവുകയും നമ്മുടെ സ്കിൻ ഭയങ്കര മോശമാവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് കടന്നു വന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. പക്ഷെ പലർക്കും ആ ഒരു അവസ്ഥ ഭയങ്കര ഭീകരമായിരിക്കും. നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയല്ലേ. അപ്പോൾ അങ്ങനെയും ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും അങ്ങനെ ഈസി ആയിട്ടുള്ള സംഗതിയല്ല. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് പേർക്ക് ഇത് നല്ല റിസൾട്ട് കണ്ടിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മൾ പറയാണ് ഇതിൽ നല്ല റിസൾട്ട് ഉണ്ടല്ലോ, എനിക്ക് ആക്നെ ഉണ്ട്, അതുകൊണ്ട് ഡോക്ടർ എനിക്കിത് പ്രിസ്ക്രൈബ് ചെയ്ത് തരൂ എന്ന് പറഞ്ഞാലും ഡോക്ടർ ഇത് ചെയ്തു തരില്ല കേട്ടോ. അപ്പോൾ അതും ഒരു കാര്യമുണ്ട്. നമുക്കിത് അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമല്ല. അതിൻ്റെതായ സൈഡ് എഫക്ട്സും അതിൻ്റെതായ വില കൊടുക്കണം. അപ്പോൾ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്കൊക്കെ ഇറങ്ങിയാൽ മാത്രം മതി. ഇത്രയും നമ്മൾ റിസ്ക് എടുത്ത് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതുണ്ട്. അതായത് നമ്മൾ റാൻഡംലി പോയി ഇത് മേടിച്ച് നമ്മൾ തന്നെ നോക്കി പിന്നെ നമ്മുടെ സ്കിൻ നാശമായി അതിന് ഓരോന്നൊക്കെ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ആവശ്യമില്ലാണ്ട് ഇതൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ്. എന്നാൽ ട്രെറ്റനോയിൻ നമ്മൾ യൂസ് ചെയ്യരുത്, അതൊരു കെമിക്കലാണ്, അത് ഭയങ്കര പൊട്ടയാണ് എന്നുള്ളതല്ല. അത് ബ്യൂട്ടിഫുൾ മെഡിസിൻ ആണ്. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്, പിന്നെ അത് അവരുടെ സ്കിന്നിന് സൂട്ട് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം അത് മനസ്സിൽ വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് കൂടുതലായിട്ട് പറയില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രെറ്റനോയിൻ യൂസ് ചെയ്യുമ്പോൾ സെറമൈഡ്സ് ഉള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം അത് നമ്മുടെ സ്കിൻ ബാരിയറിന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ആക്നെ ഉള്ളവരുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ആക്നെ ഉണ്ട്, അതുപോലെ തന്നെ ട്രെറ്റനോയിൻ യൂസ് ചെയ്ത് കുറഞ്ഞ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ജെനുവിൻലി യൂസ് ചെയ്ത് ആ ഒരു ജേർണി പോലെയൊക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം എങ്ങനെയായിരുന്നു, പിന്നെ ഇത്ര ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡ് എഫക്ട്സ് അങ്ങനെ ബ്ല അങ്ങനെ പോകുന്നവരുണ്ട്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്താലും എൻ്റെ സ്കിൻ ഒന്നാമത് എൻ്റെ ആക്നെ പ്രൂൺ സ്കിന്നല്ല. എനിക്ക് പീരിയഡ്സിൻ്റെ സമയത്ത് ഒരു പിമ്പിളൊക്കെ വന്നാലായി അങ്ങനെയുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ എൻ്റെ ഹൈപ്പോ പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നോക്കാമെന്നുള്ളത്. അപ്പോഴും എൻ്റെ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞോളൂ, എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞത് എൻ്റെ സ്കിന്നിന് ആവശ്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഇത് പ്രിസ്ക്രൈബ് ചെയ്യണം എന്നില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒന്നും മെഡിസിൻസ് റാൻഡം ആയിട്ട് പോയി മേടിച്ച് യൂസ് ചെയ്യരുത്. അത് നമുക്ക് ഗുണത്തിനെക്കാട്ടിനേറെ ദോഷം തന്നെ ചെയ്യുള്ളൂ, യാതൊരു സംശയമില്ല കേട്ടോ. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലൈക്കോളിക് ആസിഡ് ക്രീം 6%. ഗ്ലൈക്കോളിക് ആസിഡ് പിന്നെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഇതും ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും എൻ്റെ അടുത്ത് ഡോക്ടർ ഇത് ആവശ്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് എൻ്റെ സ്കിന്നിന് ഇത് ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ അണ്ടർ ആംസിൻ്റെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറേ പേര് ഇത് യൂസ് ചെയ്യുന്നത് പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട്, അതായത് മുട്ടിൻ്റെ ഇവിടുത്തെ അണ്ടർ ആം പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറാനായിട്ട് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഗ്ലൈക്കോളിക് ആസിഡ് ക്രീം. ഇതും പ്രഗ്നൻസി സേഫ് അല്ല, അതും മനസ്സിൽ വെക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ഇത് ഗ്ലൈക്കോളിക് ആസിഡ് എന്തിനാണ്? പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതിന് വേണ്ടിയിട്ട് തന്നെയുള്ളത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു 175 അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടി ആണുള്ളത്. മറ്റതുപോലെ തന്നെ നമ്മുടെ ഡെഡ് സ്കിൻസ് എല്ലാം ജെൻലി റിമൂവ് ചെയ്ത് നല്ലൊരു സ്മൂത്ത്, ഇങ്ങനെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറച്ച് അങ്ങനത്തെ ഒരു തരത്തിൽ സ്കിൻ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഭയങ്കര നല്ലതാണ്. അതുകൊണ്ട് എനിക്കൊരു ചാൻസ് ആയിട്ടുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്.
പക്ഷേ എഗെയിൻ ഡോക്ടർ പറഞ്ഞു എനിക്കതിൻ്റെ ആവശ്യമില്ല, ഇപ്പോൾ യൂസ് ചെയ്യുന്ന അത് തന്നെ യൂസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ സംഗതികളാണെങ്കിൽ, അതായത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഗ്ലൈക്കോളിക് ആസിഡ് ആണ്, റെറ്റനോൾ ഒക്കെ ആണെങ്കിലും നമ്മൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പ്രഗ്നൻ്റ് ആവണേക്കാട്ടിനും മുന്നേ ഒന്ന് പ്രിപ്പയർ ആയാൽ നല്ലതായിരിക്കും എന്ന് പറയണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതെല്ലാം ഒഴിവാക്കി, എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രഗ്നൻസിക്ക് എഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അതൊക്കെ നിർത്തി നമുക്ക് പ്ലാൻ ചെയ്യാമല്ലോ. പിന്നെ കുറേ ഡോക്ടേഴ്സ് പറയും കേട്ടോ ഫോളിക് ആസിഡ് കഴിക്കണം, അപ്പോൾ അതൊക്കെ കഴിച്ച് നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോൾ പിന്നെ ടെൻഷൻ ഫ്രീ ആണല്ലോ, ആ ഒരു രീതിക്ക് പറയണത് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് എഗെയിൻ റിസൾട്ട് കൊടുത്തിട്ടുള്ളതാണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ട്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കിൻ അത്യാവശ്യം സെൻസിറ്റീവ് ആക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലെ എന്നുള്ള രീതിയിൽ മാത്രമല്ല, 3 hours to 4 hours കൂടുമ്പോൾ നമ്മളത് റീഅപ്ലൈ ചെയ്യും. നല്ല സൺസ്ക്രീൻ തന്നെ റീഅപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ നല്ല മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇതിനൊക്കെ ഇതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇതൊന്നും ഡോക്ടേഴ്സിന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് യൂസ് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാവട്ടെ, ഇങ്ങനെ ഓരോ റീലും അതേപോലെ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മളെപ്പോലെ തന്നെയുള്ള ആളുകൾ, നമുക്ക് ഒരുപാട് ആക്നെ ഉണ്ട്, നമുക്ക് ഒരുപാട് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ അവരുടെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ കാണുമ്പോൾ നമുക്കത് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടിട്ട് ആ ഒരു രീതിക്ക് ജഡ്ജ് ചെയ്ത് ആ പ്രോഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്യരുത്. ഇതൊന്നും അങ്ങനെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളല്ല. ഒരു മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ പോലെയുള്ളതല്ല. അതൊന്നും നമ്മളെ ബാധിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതൊക്കെ നമുക്ക് അത്രയും അലർജിയൊക്കെ ഉണ്ട്, അതൊക്കെ വളരെ റെയറാണ്. ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന നമ്മുടെ സ്കിന്നിന് പ്രശ്നം വരുന്നത് എന്നാലും ഉണ്ട് കേട്ടോ. അത് കാരണം തന്നെ പിമ്പിൾസും അങ്ങനത്തെ ഒക്കെ വരുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ തരത്തിലുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതായത് നമ്മുടെ സ്കിൻ പീൽ ഓഫ് ആയി പോയി, വളരെ സെൻസിറ്റീവായി നമ്മുടെ സ്കിൻ ബാരിയറിന് നശിച്ചു പോകുക എന്ന് പറയുന്നത് തിരിച്ചു കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇതിലൊന്നും അങ്ങനെ നീണ്ടു പോകാണ്ടിരിക്കുക. ബി കെയർഫുൾ, നമ്മുടെ സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു കാര്യം കൂടി പറയാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം തന്നെയാണ്, ഫസ്റ്റ് നമുക്കൊരു റുട്ടീൻ ഫോളോ ചെയ്യുക. ബേസിക്കായിട്ട് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, വൈകിട്ടാണെങ്കിൽ അങ്ങനെ, അതുപോലെ വർക്കൗട്ട് ചെയ്യുക, വെള്ളം കുടിക്കുക. അതൊക്കെ നമുക്ക് ലോങ് റണ്ണിലേക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. ഹെൽത്ത് വൈസും സ്കിന്നിൻ്റെ കാര്യത്തിലൊക്കെ നമുക്കത് ബെനിഫിറ്റ് ഉണ്ടാവും. ഇതിൻ്റെ കൂടെ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾക്കും കാര്യങ്ങൾക്കും ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അതല്ലാണ്ട് ഇതൊന്നും ചെയ്യാണ്ട് നമുക്ക് ഒരു ഹെൽത്തി ഹാബിറ്റ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഈ കണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനും വലിയ റിസൾട്ട് കാണാൻ വഴിയില്ല. അപ്പോൾ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ. കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴിയാണിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹെൽത്തി ഹാബിറ്റ് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ എപ്പോഴും വർക്കൗട്ട് ചെയ്യുക, എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് റുട്ടീൻ കൊണ്ടുപോകുക, ഒരു ഹെൽത്തി റുട്ടീൻ കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനാണ് നമുക്ക് നല്ല റിസൾട്ടും ഉണ്ടാവുക എല്ലാ തരത്തിലും. ആൻഡ് ആ റിസൾട്ട് നമുക്ക് ഒരു ദോഷവും ഇല്ലാണ്ട് നീണ്ടു നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ പോണത് തന്നെയാണ്. എളുപ്പത്തിൽ കിട്ടുന്നതൊന്നും നിലനിൽക്കില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും, ആരാണ് ഇന്നിങ്ങനെ വിളിക്കുന്നത്, കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇത് നിലനിൽക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പ്ലീസ് ബി ഫ്രീ. ആരെങ്കിലും ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് തോന്നിയിട്ടുള്ളത്, എങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? കാരണം ഞാൻ ഈ പറഞ്ഞതിൽ ചിലപ്പോൾ തെറ്റുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ഒരുപാട് പേര് ഇൻഫർമേഷൻ ചോദിച്ച് ഗ്യാദർ ചെയ്തെടുത്തതാണ് പറയണത്. എനിക്ക് തോന്നുന്നു ഞാൻ യൂസ് ചെയ്യാണ്ട്, ഞാനൊരു പ്രോഡക്റ്റ് പെർട്ടിക്കുലർലി യൂസ് ചെയ്യാണ്ട് ഒരു പ്രോപ്പർ റിവ്യൂ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെയും. ഇതിപ്പോൾ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്തിരി ഡൗട്ട് ഉണ്ട് എങ്ങനെ വന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താ തോന്നണേന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെയാണ് വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് എടുത്ത് കുട്ടി ബെല്ലൈക്കനുണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.